വി ആർ വെരി ഹാപ്പി വിത്ത് ക്വാണ്ടം ഓഫ് പണിഷ്മെൻറ്റ് കൊടുത്തതിന്. സോ അതിൻ്റെ സന്തോഷത്തിലാണ്. നമ്മൾ വിധിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര ഡിലേ വന്നത്. പിന്നെ അത് കുറേ വലിയൊരു വിധി ആയതുകൊണ്ട് നമുക്ക് വായിക്കാൻ പറ്റിയില്ല. പക്ഷേ ഒബ്വിയസ്ലി നമ്മളൊരു ലീഗൽ ഒരു ഇത് എടുത്തപ്പോൾ പറഞ്ഞൊരു ഇതാണ് ദാറ്റ് ഇറ്റ്സ് ഒരു എന്താ പറയുക മാർക്കാണ്. ഇറ്റ്സ് ലൈക്ക് എ ഹിസ്റ്ററി. ആൻഡ് ഇനി ഇങ്ങനത്തെ ഒരു ഷീ ഈസ് ബീൻ എ ബിഗ് എക്സാമ്പിൾ ഫോർ മെനി വിമൻ ഇൻ അവർ ഇൻഡസ്ട്രി. ഏത് അത് സത്യം പറഞ്ഞാൽ ഇതിന് അപ്പീൽ പോകണമെന്നാണ് ഞാൻ പേഴ്സണലി ഞാനാണെങ്കിൽ ഞാൻ എന്തായാലും അപ്പീലിന് പോയേനെ. ആൻഡ് ഐ തിങ്ക് ആ കുട്ടീൻ്റെയും അത് തന്നെയാണ് റിക്വസ്റ്റ്. അപ്പോൾ വി ആർ വിത്ത് ഹർ. അങ്ങനത്തെ ഒരു ചർച്ചയും ഇതുവരെയ്ക്കും നമ്മുടെ സംഘടനയിൽ നടന്നിട്ടില്ല. നമ്മുടെ 8th നമ്മുടെ EC മീറ്റിംഗ് ആയിരുന്നു. ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ പബ്ലിക്കിൻ്റെ ഇടയിൽ മീഡിയ വഴി വന്നിട്ടുണ്ട്. ദാറ്റ് ഒരു അർജൻറ്റായ ഒരു യോഗമാണ് നമ്മൾ മീറ്റ് ചെയ്തത്. അല്ല, 3 ആഴ്ച മുമ്പ് തന്നെ നമ്മൾ തീരുമാനിച്ച ഒരു ഇതാണ്. ബിക്കോസ് അടുത്ത ദിവസം തന്നെ ഇലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 8th എല്ലാവർക്കും വരാൻ പറ്റിയത്. ഫോർ ഗുഡ് ലക്ക് ഓർ ഫോർ ബാഡ് ലക്ക് ആ ദിവസം തന്നെ വിധി വരികയുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തെറ്റ് ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു കാര്യം എടുത്ത് ചാടിയിട്ട് പറയാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇന്ന് വിധി നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തു. ദാറ്റ് ഇപ്പോൾ വരും, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കും എന്ന് പറഞ്ഞിട്ട്. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് കം ഔട്ട്. ആൻഡ് നല്ല ലോങ് ആയ ഒരു വിധി ആയതുകൊണ്ട് വി ആർ വെയിറ്റിംഗ്, കീപ്പിംഗ് അവർ ഫിംഗേഴ്സ് ക്രോസ്. അതെനിക്കറിയില്ല, മൂപ്പരിപ്പോൾ മെമ്പർ അല്ലല്ലോ. ഇല്ലമ്മ, ഇതുവരെയ്ക്കും അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. ഒരാളും അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു റിക്വസ്റ്റ് വരെ ഇട്ടിട്ടില്ല. പിന്നെ വി കാൻറ്റ് സേ എനിത്തിങ്. ബാബുരാജ് നടത്തിയ പ്രതികരണം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ അമ്മ ഇക്കാര്യത്തിൽ പ്രതികരിച്ചില്ല. ആ സ്ഥാനത്ത് മോഹൻലാലായിരുന്നെങ്കിൽ അല്ലെ മോഹൻലാൽ ആവാത്ത കണ്ടായിരുന്ന മട്ടില്ല. അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടെന്ന് വന്നേനെന്ന് പറഞ്ഞു. അത് മൂപ്പരുടെ അഭിപ്രായമാണ്. മൂപ്പർക്കറിയാം. മൂപ്പർ ഇവിടെ ഈ സ്ഥാനത്ത് അല്ലാതെ ഈ അമ്മേൻ്റെ ഒരു ഭാരവാഹി ആയിട്ട് ഇരുന്ന ഒരാളാണ്. അപ്പോൾ മൂപ്പർക്കറിയാം ഒന്നും എടുത്ത് ചാടിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്ന്. ഒരുപാട് നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റെപ്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ ലോയേഴ്സ് അല്ലാതെ അങ്ങനത്തെ കുറേ ആൾക്കാരോട് നമ്മൾ അറിഞ്ഞ് അതിൻ്റെ കറക്റ്റായ വാക്കിൽ ഇതൊക്കെ ഒരു എന്താ പറയുക, ഇത് കുട്ടിക്കളിയൊന്നുമല്ലല്ലോ. പിന്നെ നിങ്ങൾ തരുന്ന ഒരു പിക്ചർ അല്ല ഇത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഒരു നമ്മളല്ലേ ചാരിറ്റി ഓർഗനൈസേഷൻ ആകുമ്പോൾ അതിൻ്റേതായ ഒരു ലീഗൽ സ്റ്റെപ്സ് ഉണ്ട്. പേഴ്സണലി യെസ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പീൽ പോകണം. അവർക്ക് ദിസ് തിങ്. പക്ഷേ നമ്മൾക്ക് എന്താ പഠിപ്പിച്ചു കൊടുത്തത്? എവറിത്തിങ് ഈസ് അബൌവ് ലോ ഒന്നുമില്ലാന്ന്. ലോ ഈസ് അൾട്ടിമേറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ആ കുട്ടീൻ്റെ തീരുമാനമാണ്. ഗവൺമെൻറ് വരെ ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ. സോ വി ആർ വിത്ത് ഹർ.